നമസ്തേ. 10/12/2024 ചൊവ്വാഴ്ചത്തെ ഫലങ്ങൾ. നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം, നാളെ പേരൊക്കെ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇതിനകത്ത് കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നെ ആണ്. നമുക്ക് 10/12/2024 ചൊവ്വാഴ്ചത്തെ ഫലം നോക്കാം. കന്നി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവപ്പെടുന്ന ഫലം അധികവും ശുഭഫലങ്ങൾ ആയിരിക്കും എന്നർത്ഥം. ഇടവം, തുലാം, കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ഗുണവും ദോഷവുമൊക്കെ അവർക്ക് ഈ ദിവസം അനുഭവപ്പെടും. മേഢം, മിഥുനം, വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ്. ഗുണഫലം വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് ദോഷഫലം തന്നെ ആയിരിക്കും. കഠിന ദോഷമാണ് കർക്കിടകം, ചിങ്ങം, ധനു, മീനം രാശിക്കാർക്ക്. അവർക്ക് ശുഭഫലം ഇത് വെച്ച് വളരെ ഉണ്ടാവാൻ തന്നെ സാധ്യത കുറവാണ്. അനുകൂലമല്ലാത്ത ഫലങ്ങളായിരിക്കും അവർക്കുണ്ടാകുക. ഇനി നമുക്ക് വിശദമായി ഓരോ ഇതിൻ്റെയും നാളൊക്കെ പറഞ്ഞ് നോക്കാം. മേടം രാശിക്കാരുടെ ഫലം. മേടം രാശി എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് മേടം രാശിയിൽ ജനിച്ചവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദോഷകരമായ ഫലമാണ്. അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളുണ്ടാകും, ധനനഷ്ടമുണ്ടാകും, ഭരണാധികാരികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, സ്വയം തൊഴിലൊക്കെ നടത്തുന്നവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കുടുംബത്തിൽ കലഹവും അപമാനവും ഒക്കെ ഉണ്ടാകും, തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുടുംബത്തിൽ ചെറിയൊരു സ്വസ്ഥത, സമാധാനവും ഒക്കെ ചെറുതായിട്ട് മാത്രം കിട്ടും. ഇനി ഇടവം രാശിക്കാർക്ക്. ഇടവം രാശി എന്ന് പറഞ്ഞാൽ കാർത്തിക ആദ്യ മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇടവം. ഇടവംകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. ശത്രുനാശവും ധനപരമായ നേട്ടവും ധൈര്യവും കുടുംബസുഖവും പ്രതാപശക്തിയും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സ്വജനങ്ങളുമായിട്ടും ചെറിയ വിധത്തിലുള്ള കലഹങ്ങൾ, മാനസികമായ ഒരു പിരിമുറുക്കം, സ്ഥാനമാറ്റം, രോഗപീഠ, ഒരുതരം ഭയം, ഇതൊക്കെ ഉണ്ടാകും. അതൊരു അലസതയും കർമ്മ തടസ്സവും ഉണ്ടാകും. ഇനി മിഥുനം രാശിക്കാരെന്ന് പറയുന്നത് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ജനിക്കുന്നവരാണ് മിഥുനം കൂറുകാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അനുകൂലമല്ല, ദോഷഫലം തന്നെയാണ്. ശത്രുദോഷവും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കളും അനുകൂലമല്ലാത്ത യാത്രകളും ധനനഷ്ടവും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരിൽ നിന്നുള്ള ചതിയും മനസ്വസ്ഥതക്കുറവുമൊക്കെ അനുഭവപ്പെടും. വലിയ ഗുണഫലങ്ങളൊന്നും കാര്യമായി പറയാനൊട്ടില്ല താൻ. ഇനി കർക്കിടകം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ്. കർമ്മതടസ്സവും രോഗവും കലഹവും അധിക ചെലവും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും ഭാര്യപുത്ര കലഹവും അപമാനവും മനസ്വസ്ഥതക്കുറവും ഒക്കെ ആയിരിക്കും കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുക. ഇനി ചിങ്ങം രാശിക്കാരുടെ നക്ഷത്രം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം രാശി എന്ന് പറഞ്ഞാൽ കർക്കിടകം രാശി എന്ന് പറയുന്നത് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യമാണ് കേട്ടോ. ഇനി ചിങ്ങം എന്ന് പറഞ്ഞാൽ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരാണ് ചിങ്ങത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. രോഗവും ധനനഷ്ടവും കുടുംബസ്വസ്ഥത ഇല്ലായ്മയും മാതൃപിതൃ സംഘർഷവും അല്ലെങ്കിൽ അവരുമായിട്ട് കലഹവും അപകീർത്തിയും അപകടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഇനി കന്നി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നി. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ സമയമാണ്. സ്ഥാനഗുണവും ശത്രുനാശവും ആരോഗ്യവും നല്ല സുഹൃത്തുക്കളും മക്കൾ കൊണ്ടുള്ള ഗുണവും കാര്യവിജയവും ബന്ധുഗുണം സഹായമൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും കന്നിക്കാർക്ക്. ഇനി തുലാം രാശിക്കാർക്ക്. തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്രാവസ്ഥയാണ്. പ്രതാപശക്തിയും ബന്ധുഗുണവും ധനവും മനസ്സുഖവും
അല്പം വിജയവും കാര്യഗുണവുമൊക്കെ ഉണ്ടാകുമെങ്കിലും ദ്രവ്യനാശവും വഞ്ചനയും നേത്രരോഗവും പുത്രകലഹവും മനോദുഃഖവും നഷ്ടവും ഒക്കെ ഉണ്ടാകും. പലവിധ തടസ്സങ്ങളുണ്ടാകും. ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടും തുലാംകാർക്ക്. ഇനി വൃശ്ചിക രാശിക്കാരുടെ ഫലം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഇവരാണ് വൃശ്ചിക രാശി ജനിച്ചവരെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്തതാണ്. അനുകൂലമല്ലാത്ത യാത്രകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കലഹം, ധനനഷ്ടം, വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാര്യ ഭർത്തൃ കലഹം, മനോദുഃഖം, തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു മനോബലക്കുറവും അനുഭവപ്പെടും. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി. ധനുരാശിക്കും ഒട്ടുമില്ല കഠിന ദോഷം തന്നെയാണ്. ദൈവാധീനക്കുറവും കലഹവും ആരോഗ്യ പ്രശ്നവും വാക്കുകൾ മൂലമുള്ള ധനനഷ്ടവും, പ്രത്യേകം ശ്രദ്ധിക്കണം, അപകടവും ഒക്കെ ഉണ്ടാകും. വാക്കുകൾ മൂലം ആവശ്യമില്ലാത്ത സാമ്പത്തിക കാര്യങ്ങളൊക്കെ നഷ്ടം വരും. അതിൽ കരാറുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ ഉണ്ടാകും. ഇനി മകരം രാശിക്കാർ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം, ഇതാണ് മകരം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമാണ്. ധൈര്യം, വീര്യം, പരാക്രമവും ഒക്കെ ഉള്ള സമയമാണ്. ശത്രുനാശം, പുത്രസുഖം, തൊഴിൽ നേട്ടം, കർമ്മഗുണം, ധനവരവ്, കാര്യവിജയം, ദേഹസുഖം, രോഗശമനം, ഇങ്ങനെ പൊതുവെ അനുകൂലമായ ഫലങ്ങളായിരിക്കും കൂടുതലും അനുഭവിക്കുക. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഒട്ടും അനുകൂലമല്ലാത്തൊരു സമയമാണ്. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നും അല്പം സ്നേഹവും ആശ്വാസവും ഒക്കെ ലഭിക്കും. മറ്റു കാര്യങ്ങളൊന്നും അനുകൂലമല്ല. മനോദുഃഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നവും മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹവും അപവാദം, വാഹന നഷ്ടം, കുടുംബ സ്വസ്ഥതക്കുറവ്, പൊതുവെ ഈശ്വരാധീനം വളരെ കുറയുന്ന സമയമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇത് ആരുടെയും ജാതക ഫലമൊന്നുമല്ല. ജാതകത്തിലെ ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുന്നുവെങ്കിൽ ഈ ദോഷഫലങ്ങൾക്കൊക്കെ ഗുണവും, ദോഷസ്ഥാനത്താണ് നിൽക്കുന്നെങ്കിൽ ഗുണഫലങ്ങൾക്കൊക്കെ ദോഷവും ഒക്കെ സാമാന്യമായി വരും. കാരണം ഇതൊരു ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്. പക്ഷേ ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലങ്ങൾക്ക് പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വളരെ പ്രാധാന്യം വന്നത്. അപ്പം നാമജപമൊക്കെ നടത്തിയാൽ ഈ ദോഷങ്ങളൊക്കെ കുറേ അധികം കുറയ്ക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നാമജപം നടത്തി ഈ ചന്ദ്രാധിഷ്ഠിതമായ ദോഷങ്ങളെ നമ്മൾ കുറയ്ക്കുക. ചന്ദ്രാധിഷ്ഠിത ഫലത്തെ, ചാരഫലങ്ങളുടെ ദോഷങ്ങളെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ക്ഷേത്ര ദർശനം നടത്തുക, നാമജപം നടത്തുക, ഇതെല്ലാം ഈ ദോഷം കുറയുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ദോഷം കുറയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.